ഫ്രണ്ട്സ്, ഞാനൊരു വിഷയം ധരിപ്പിക്കാനാണ് വന്നത്. അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആലോചിച്ചപ്പോൾ ശരിയെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ബാഡ് കമൻറ്റ് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ പ്രതികരിക്കില്ല. ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ചെയ്യാറില്ല, ഇൻസ്റ്റയിൽ ചെയ്യാറുള്ളൂ. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്നെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും അറിയണമെന്നൊന്നുമില്ല. ഒരു സിനിമ സ്റ്റാറൊന്നുമല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കാണുകയൊന്നുമില്ല ആരും. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സീന എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു ഫിലിമിലെങ്കിലും അഭിനയിക്കണം എന്നാണ് എപ്പോഴും റിക്വസ്റ്റ് പറയണത് എൻ്റെ അടുത്ത്. അങ്ങനെ പുള്ളിക്കാരത്തി എന്നെ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്ന് പ്രൊഡ്യൂസറിനെ എന്നെ ഇഷ്ടപ്പെട്ടു, ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, പിന്നെ വേറൊരു സിനിമ നടനുണ്ടായിരുന്നു, പുള്ളിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു, കഥയൊക്കെ കേട്ടു, കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. എങ്കിലും ഞാൻ അഭിനയിക്കാൻ താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി അപ്പോഴേ പറഞ്ഞത്, പുള്ളി 1.5 മാസം പാലക്കാട് വീടെടുത്തിട്ടുണ്ട്. പാലക്കാടാണ് ഷൂട്ടിങ്. അപ്പോൾ ഈ 1.5 മാസം ഞാൻ അയാളുടെ കൂടെ ഉണ്ടാകണം എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു വേറെ പെൺകുട്ടികളെ കിട്ടും. ഇപ്പോൾ 3 പെൺകുട്ടികളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം ഷൂട്ടിങ്ങാണ് പാലക്കാട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, ഒന്നും നന്നാവില്ല. കാരണം ചെറിയ ചെറിയ പെൺകുട്ടികൾ എന്തിനും തയ്യാറായിട്ട് അവരെ സമീപിക്കുന്നുണ്ട്. കാരണം എന്തും അവർക്കൊന്ന് ഫ്രെയിമിൽ മുഖം കാണിച്ചാൽ മതി, വേറൊന്നും വേണ്ട. അപ്പം അങ്ങനെയുള്ള കുട്ടികളുള്ളപ്പോൾ നമ്മളെപ്പോലുള്ളവരൊന്നും ഒരു കാര്യത്തിനും പ്രതികരിച്ചിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പല പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്നും വിചാരിച്ചാൽ നന്നാവുന്ന കാര്യങ്ങളൊന്നുമല്ല. ചെറിയ ചെറിയ കുട്ടികൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്, അവരെന്തും ചെയ്യാൻ തയ്യാറായിട്ട്. അതുപോലെ തന്നെ ഞാൻ FB ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എറണാകുളത്തുള്ള 4 നടന്മാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരാൾ തിരുവനന്തപുരത്തുള്ള, അങ്ങനെ 5 പേര്. ഈ 5 പേരും ഒരുപോലെ തന്നെയാണ് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബിൽ പറയുന്ന പോലെ ഒക്കെ തന്നെ. പക്ഷെ എനിക്ക് ആരെയും വെളിപ്പെടുത്താനോ പറയാനൊന്നും താല്പര്യമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊന്നും വിചാരിച്ചാൽ നന്നാവില്ല. അപ്പോൾ എനിക്കും ഇത് പറയണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എപ്പോഴും എന്നെ എല്ലാവരും ഫിൽറ്ററിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എൻ്റെ രൂപത്തിൽ നിങ്ങളെ മുമ്പിൽ വരണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പൗഡർ പോലും ഇടാണ്ട് നിങ്ങളെ കാണാൻ മുടി പോലും കെട്ടാണ്ട് ഞാൻ ഉറങ്ങാൻ പോണേണ്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എന്നെ ഒന്ന് കാണിക്കണം. എനിക്ക് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഇതേപോലെ അഭിനയം മോഹമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും ശ്രദ്ധിച്ചും കണ്ടും അഭിനയിക്കാൻ പോവുക. സ്ത്രീകളോട് പ്രത്യേകം പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയണത്. കാരണം അവരുടെ കാര്യങ്ങൾ അവർ കാശ് ചിലവാക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫിലിമും വേണം, പെണ്ണിനെയും വേണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യങ്ങൾ ചെയ്ത് പോവുക. എല്ലാവർക്കും ശുഭരാത്രി ഒന്നും കൂടി നേരുന്നു. ബൈ ബൈ.